എല്ലാവർക്കും പ്രഭാതവന്ദനം. ജീവിതത്തിൽ അവരൻ്റെ നന്മ കാണാനുള്ളൊരു ക്ഷണമുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഒരു പ്രകാശനമാണ് അവരൻ്റെ നന്മ കാണാനുള്ള കഴിവ്. ഈ ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ ജീവിത പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നന്മ നുകരാനുള്ള കഴിവുണ്ടാവണം. സർവശക്തനായ ദൈവം സർവചരാചരങ്ങളെയെല്ലാം സൃഷ്ടിച്ച് തൻ്റെ രൂപവും ഭാവവും നൽകി സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ നന്മകളുടെ നിറകുടമാക്കാൻ ഏദൻ തോട്ടത്തിൻ്റെ സുരക്ഷ അവന് കൊടുത്തു. അവിടെ എല്ലാം നന്മകളായിരുന്നു. എല്ലാം തനിക്ക് വേണ്ടി സൃഷ്ടിതമായ യാഥാർത്ഥ്യമെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. സർവശക്തനായ ദൈവം സൃഷ്ടിധർമ്മത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്ക് ഏതാണെന്നറിയാവോ? നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താൾ മറിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണും അവിടുന്ന് 7 പ്രാവശ്യം നല്ലതെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിലെ സർഗാത്മകവും ക്രിയാത്മകവുമായിട്ടുള്ള പദം ഏതാണ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ നാം പറയണം, അവൻ പറഞ്ഞു നന്നായിരിക്കുന്നു. മനുഷ്യൻ മറ്റുള്ളവരിൽ എത്രമാത്രം നന്മ കാണാൻ കഴിവുള്ളവളായി മാറുന്നു, അതനുസരിച്ച് ദൈവികാംശം അവന്റെ ഭാഗമായിട്ട് മാറുകയാണ്. നന്മ കാണാനുള്ള കഴിവ്, നല്ലതെന്ന് പറയാനുള്ള കഴിവ്, അത് ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കണം. സർവശക്തന്റെ ക്രിയാത്മകവും സർഗാത്മകവുമായിട്ടുള്ള പദം, the positive and creative word that we find in the book of Genesis, he found everything good. ഈ നല്ലതെന്ന ആ ഒരു പദത്തെ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. നമ്മളറിയാതെ നിഷേധാത്മകമായിട്ടുള്ള ചിന്തയോടെ നടന്നു നീങ്ങുമ്പോൾ അപരനിൽ വിടർന്നു വരുന്ന നന്മ കാണാൻ കണ്ണില്ലാതെ പോകും. അതാണ് പരിസയർക്ക് സംഭവിച്ചത്. അതാണ് ചില യഹൂദ പ്രമാണിമാർക്ക് സംഭവിച്ചത്. നന്മ ചെയ്ത് കടന്നുപോയ ക്രിസ്തുവിനെ നോക്കിയിട്ട് അവര് പറയും, ഇവനിതെല്ലാം ചെയ്യുന്നത് പിശാചിന്റെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ്. അവനിൽ രൂഢമൂലമായി കിടക്കുന്ന നന്മയെ കാണാൻ കഴിയാതെ അത് മറ്റൊന്നിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ചാർത്തിക്കൊടുക്കുകയാണ്. ഇവൻ ചെയ്യുന്ന നന്മകളൊക്കെ ഏതോ നിഷേധാത്മകമായ ശക്തിയുടെ പിൻബലത്തോടുകൂടെയാണ്. ഈ നന്മ കാണാൻ കഴിവില്ലാതെ പോകുന്നത് ആത്മീയതയുടെ കുറവാണ്. ഏതു നേരവും കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മീയതയിലാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ പ്രായോഗിക തലത്തിൽ അവരൻ്റെ നന്മയെ കാണാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എനിക്ക് കായിക ശേഷിയുണ്ടെങ്കിൽ, ശബ്ദപാഠവമുണ്ടെങ്കിൽ കരമുയർത്തുകയും ദൈവസ്തുതികൾ ആത്മാർത്ഥമായി പാടുകയൊക്കെ ചെയ്യാം. പക്ഷേ ആത്മീയതയുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാവണം. ജീവിത പങ്കാളി വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണപാത്രത്തെ നോക്കി നല്ലതെന്ന് പറയാൻ നീ മറന്നു പോകുമ്പോൾ
അത് ആത്മീയതയുടെ കുറവാണ്. നിന്റെ ജീവിത പങ്കാളി നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോൾ അത് നോക്കി നല്ലതെന്ന് പറയാൻ മറന്നു പോകുമ്പോൾ അതും ആത്മീയതയുടെ കുറവാണ്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നേ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയൊരു ആത്മീയതയാകും. നിന്റെ മക്കളെ നോക്കി പതിയൊന്ന് തലോടി മിടുക്കനാണ് മിടുക്കിയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആത്മീയതയുണ്ട്, അവിടെ ഒരു സുവിശേഷമുണ്ട്. എവിടെയൊക്കെ നീ നന്മ കാണാതെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നരകമെന്ന യാഥാർത്ഥ്യത്തോട് നീ പതിയെ പതിയെ രമിതപ്പെട്ട് നിൽക്കുകയാണ്. അതിനെ ആസ്വദിക്കുക. അന്ധകാരത്തെ പ്രണയിക്കുന്നത് പോലെയാണ് അവനിൽ നന്മ കാണാതെ ജീവിക്കുന്നവൻ. പ്രണയിക്കുക മാത്രമല്ല, അന്ധകാരത്തിന്റെ മുമ്പിൽ പ്രണമിക്കുകയെ കൂടി ചെയ്യുകയാണ്. നന്മ കാണാത്തവൻ തിന്മയുടെ പാതകളിലാണ്. എല്ലാത്തിലും നന്മ കാണാനുള്ള ഒരു കഴിവ് മാത്രമേ ഈ ലോകത്തിൽ മനോഹരമായ അവസ്ഥയെ രൂപപ്പെടുത്തുകയുള്ളൂ. മൈക്കലാഞ്ചലോ അദ്ദേഹം ഒരു പാറ കാണുന്നുണ്ട്. പായൽ പിടിച്ച് വലിയ വൃത്തിയില്ലാത്ത ഒരു പാറ. ഈ പാറയെ ഈ മനുഷ്യനിങ്ങനെ നോക്കി നിൽക്കുക. ചുറ്റുമുള്ളവർ ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങളൊരു കലാകാരനല്ലേ, എന്തേ ഈ പാറയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവൻ പറഞ്ഞു, ഈ പാറയിൽ ഒരു സൗന്ദര്യമുണ്ട്. അവർ പറഞ്ഞു, ഈ ദേശത്തിന്റെ സൗന്ദര്യം നശിപ്പിക്കുന്നത് ഈ പാറയാണെന്നാണ് ഞങ്ങളുടെ സംസാരം. ഈ പാറ ഇവിടെ ഇല്ലെങ്കിൽ ഈ ദേശം കുറച്ചുകൂടി മനോഹരമായേനെ. മൈക്കലാഞ്ചലോ പറഞ്ഞു, എന്നാൽ ഈ പാറ നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയുമോ? നാട്ടുകാർ പറഞ്ഞു, ഈ ദേശത്തിന്റെ സൗന്ദര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈ പാറ. അങ്ങേക്ക് വേണമെങ്കിൽ ഇതെടുത്തുകൊള്ളുക. മൈക്കലാഞ്ചലോ എന്ന കലാകാരന്റെ ആന്തരികതയിലേക്ക് ഒരു വലിയ ആനന്ദം കടന്നു വന്നു. അദ്ദേഹം പോയി ഒരു ചിറ്റികയും ഉളിയുമായിട്ട് തിരികെ വരിക. എന്നിട്ട് ആ പാറയുടെ പുറത്ത് കയറി ഇങ്ങനെ പതിയെ പതിയെ രൂപപ്പെടുത്താൻ തുടങ്ങി. കറുത്തിരുണ്ട പാറ പതിയെ പതിയെ ഇങ്ങനെ പ്രകാശപൂരിതമാകാൻ തുടങ്ങി. ഇങ്ങനെ ദിവസങ്ങളെടുത്ത് അതിനെ പതിയെ പതിയെ മെനഞ്ഞെടുത്തപ്പോൾ അത് വിശ്വപ്രശസ്തമായ പിയാത്തായി മാറി. ഇന്ന് റോമില് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ വലിയ വാതിലിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മൈക്കലാഞ്ചലോയുടെ ഈ പിയാത്ത എന്ന് പറയുന്ന മനോഹരമായ ശില്പം കറുത്തിരുണ്ട പാറയിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന പ്രകാശത്തെ കാണാൻ മൈക്കലാഞ്ചലോ എന്ന കലാകാരന് കഴിഞ്ഞുവെങ്കിൽ, കുഞ്ഞെ, വൈരൂപ്യത്തിൽ പോലും സൗന്ദര്യത്തെ കണ്ടെത്താനുള്ള കഴിവിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. വൈരൂപ്യത്തിൽ പോലും സൗന്ദര്യത്തെ കണ്ടെത്താനുള്ള കഴിവാണ് ആത്മീയത. അതാണ് ക്രിസ്തു. ഫൈൻഡിങ് ഓർഡർ ഇൻ ഡിസോർഡർ. അക്രമങ്ങളിലും ക്രമം കണ്ടെത്താനുള്ള ഒരു ക്ഷണമുണ്ട് ഈ ക്രൈസ്തവ ജീവിതത്തിൽ. അതാണ് ക്രിസ്തു. പാപം എന്ന് പറയുന്ന അക്രമത്താൽ ബന്ധിതമായി നിന്ന മനുഷ്യവർഗത്തെ യഥാർത്ഥമായ ക്രമത്തിലേക്ക് നയിക്കാൻ വേണ്ടി മണ്ണിലേക്ക് വന്ന ആത്മീയതയുടെ കലാകാരൻ, ആത്മീയ തന്നെയായ കർത്താവായ യേശു ക്രിസ്തു, സർവശക്തനായ ദൈവം പ്രായോഗികമായി അവരൻ്റെ നന്മയിലേക്ക്, അവരനായിരിക്കേണ്ട നന്മയിലേക്ക് ക്ഷണനമില്ലാതെ ക്ഷണം കൊടുത്തവൻ. അതായത് നശിച്ചു പോകാത്ത ക്ഷണം കൊടുത്തവൻ. അതാണ് യേശു. നമ്മൾ എവിടെയൊക്കെ അവരനിൽ നന്മ കാണുന്നുണ്ടോ
അവിടെയൊക്കെ ക്രിസ്തു എന്ന യാഥാർത്ഥ്യം രൂപീകൃതമാകുന്നുണ്ട്. നല്ല കള്ളനെയും സക്കീവൂസിനെയും പാവിനിയായ സ്ത്രീയെയും വീണ്ടെടുത്ത തമ്പുരാൻ അവരുടെ ഇന്നലകളുടെ കുറവുകളിലേക്ക് നോക്കുന്നില്ല, മറിച്ച് ഇന്നിൻ്റെ നന്മയിലേക്ക് നോക്കുകയാണ്. നല്ല കള്ളൻ പറഞ്ഞു, ഇന്ന് നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് തമ്പുരാൻ ഈ കള്ളന്റെ ഇന്നലകളെ അളന്നു നോക്കിയില്ല. അവന്റെ ഇന്നലെയുടെ നിഷേധാത്മകമായ ജീവിതത്തെ വാക്കുകൊണ്ട് ആവർത്തിച്ച് അവനെ വേദനിപ്പിച്ചില്ല. എല്ലാം മറന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലാണ്. ഇന്നലകളില്ല കുഞ്ഞെ. ദൈവം ഇന്നലകളെ നോക്കി, ഇന്നലകളുടെ വൈരൂപ്യത്തിലേക്ക് നോക്കി വിധിക്കുന്നല്ല എന്ന തിരിച്ചറിവ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിലെ നാഥന്റെ ശബ്ദത്തിൽ നിന്ന് നാം പഠിച്ചെടുക്കണം. അവൻ പറയുകയാണ്, ഇന്ന് നീ എന്നോടൊപ്പം. എന്തുകൊണ്ടാണ് തമ്പുരാൻ ആ പദം ഉച്ചരിച്ചത്? നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇന്നെന്ന പദം ഉപയോഗിക്കുമ്പോൾ അതിന് കാതലായ ദൈവശാസ്ത്ര അംശമുണ്ട്. I am not measuring your past. I am not measuring your past, but today is important. ഞാൻ ഒരിക്കലും നിന്റെ ഇന്നലകളുടെ നിഷേധാത്മകതയെ അളന്നു നോക്കുകയില്ല, മറിച്ച് ഇന്നിൻ്റെ പറുദീസയിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞു. സക്കീവൂസിനോട് തമ്പുരാൻ പറയും, സക്കീവൂസേ, നീ താഴെ വരിക, എന്നെ അനുഭവിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുക. എക്സ്പീരിയൻസ് മീ ആൻഡ് ഫോളോ മീ. എന്നെ അനുഭവിക്കണമെങ്കിൽ നീ താഴെ വരണം. ഇന്നലകളിൽ നീ മെനഞ്ഞ, ഇന്നലകളിൽ നീ കയറിയ, ഇന്നലകളിൽ നീ സ്വപ്നം കണ്ട തലത്തിൽ നിന്ന് നീ താഴെ വരണം. എന്നിട്ട് അവനെ നോക്കി യേശുദമ്പുരാൻ പറയുകയാണ്, ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ട്. നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഇന്നെന്ന പദം ഉപയോഗിച്ചത്? That means I am not measuring your past. I am not counting your past. Past is past. ഞാൻ നിന്റെ ഇന്നലകളെ അളന്നു നോക്കുന്നില്ല. നിന്റെ ഇന്നലകൾ ഇതാ പതിയെ പതിയെ പടിയിറങ്ങിപ്പോയിരിക്കുന്നു. ഇന്നെന്ന യാഥാർത്ഥ്യം രക്ഷയായി നിന്നിലേക്ക് പ്രവേശനം ചെയ്തിരിക്കുന്നു. അതാണ് സക്കീവൂസിനോട് തമ്പുരാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ഇന്നലകളെ അളന്നു നോക്കുന്നുണ്ട്. നാളെയെക്കുറിച്ചുള്ള ആകുലത നമ്മളിങ്ങനെ വേട്ടയാടുന്നുണ്ട്. ഇന്ന് ജീവിക്കാൻ നമ്മൾ മറന്നുപോകുന്നുണ്ട്. നാളെയുടെ ആകുലതയാൽ നമ്മൾ വേട്ടയാടപ്പെടുന്നുണ്ട്. ഇന്നലെയുടെ പരാജയത്താൽ നിരാശ നമ്മളെ മദനം ചെയ്യുന്നുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തു മണ്ണിൽ വന്നിട്ട് പറഞ്ഞു തരുന്ന സത്യം, ഇന്നലെ അങ്ങ് മറക്ക്, നാളെയെക്കുറിച്ച് ചിന്തിക്കാതിരിക്ക്, ഇന്നിൽ ജീവിക്ക്. ഈ ഒരു ക്ഷണമാണ് സുവിശേഷം എന്ന് പറയുന്നത്. പാവനിയായ സ്ത്രീ ഇന്നലകളുടെ വേദനകളാൽ ആവൃതമാക്കപ്പെട്ട മനസ്സുമായി എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കല്ലേറു കൊള്ളാനുള്ള സാധ്യതയുമായിട്ട് തൻ്റെ തമ്പുരാന്റെ സവിധത്തിൽ വരുമ്പോൾ തമ്പുരാന്റെ മൊഴികളാൽ രക്ഷ പ്രാപിച്ചവളായി മാറുകയാണ്. അവന്റെ ചോദ്യങ്ങൾ ഈ കല്ലിനേക്കാൾ ശക്തമായി ആരൊക്കെ അവളെ കല്ലെറിയാൻ കരമുയർത്തി നിന്നോ അവരുടെ ആന്തരിക തലത്തിലേക്ക് വലിയ ഭാരമായി വീണു. നിങ്ങളിൽ പാപമില്ലാത്തവർ. ഇന്നലകളെ അളക്കാത്ത തമ്പുരാൻ ഇന്നലകളെ അളക്കുകയാണ്. ആരൊക്കെ അവരനെ വിധിക്കാൻ വേണ്ടി കരമുയർത്തുന്നോ
അവരുടെ ഇന്നലകളെ അളന്നു നോക്കുന്നവനായി തമ്പുരാൻ മാറുകയാണ്. എന്നിട്ട് ചോദ്യം, നിങ്ങളിൽ ഇന്നലകളുടെ പരാജയമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ആരൊക്കെ തമ്പുരാന്റെ മുമ്പിൽ വിനീതമായിട്ട് നിന്നിട്ടുണ്ടോ, അവരുടെ ഇന്നലകളെ തമ്പുരാൻ അളന്നു നോക്കിയില്ല. എന്നാൽ ആരൊക്കെ തമ്പുരാന്റെ മുമ്പിൽ അവരെ വിധിക്കാൻ വേണ്ടി കല്ലുയർത്തി നിന്നിട്ടുണ്ടോ, അവരുടെ ഇന്നലകളെ കർത്താവ് അളന്നു നോക്കിയിട്ട് പറയും, നിങ്ങളിൽ പാപമില്ലാത്തവർ. അതാണ് കർത്താവിന്റെ പ്രത്യേകത. ധാർഷ്ട്യം കാണിച്ചു നിൽക്കുന്നവന്റെ മുമ്പിൽ അവൻ ചോദ്യങ്ങൾ ആരാഞ്ഞുകൊണ്ടേയിരിക്കും. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതുതന്നെയാണ്. ധാർഷ്ട്യം കാണിക്കുന്നവരെ ശകാരിക്കുന്നതാണ് ആ ഒരു അധ്യായം. അവരന്റെ മേൽ ഭാരം വെച്ചു കൊടുക്കുന്നവന് കൊടുക്കുന്ന ശകാരമാണത്. എന്നാൽ വികൃതമായ അധാർമികതയുടെ ഉടമസ്ഥത സ്വീകരിച്ച് പാപിയെന്ന് മുദ്രകുത്തി തമ്പുരാന്റെ മുമ്പിൽ നിന്നവരെ ഒന്നും കർത്താവ് ഇന്നലകളുടെ പിൻബലത്തോടുകൂടെ ചോദ്യങ്ങൾ ചോദിച്ച് ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് അവരെ എറിഞ്ഞിട്ടില്ല. മറിച്ച് അവരെ ഇന്നെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ക്ഷണിച്ച് പറഞ്ഞുകൊടുത്തു, ഇന്നു നീ എന്നോടൊപ്പം പറുദീസയിലാണ്, ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ട്, ഇന്ന് നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നല്ല കള്ളനെയും സക്കീവൂസിനെയും പാവിനിയായ സ്ത്രീയെയും വീണ്ടെടുത്ത തമ്പുരാൻ ഒരിക്കലും അവരുടെ ഇന്നലകളുടെ തിന്മകളിലേക്ക് നോക്കാതെ ഇന്നിൻ്റെ നന്മയിലേക്ക് നോക്കി അവർക്ക് കരുത്തു കൊടുക്കുന്നവനായി മാറുകയാണ്. നമ്മുടെ മാനുഷികമായ ബലഹീനതയാണ് അവരൻ്റെ കുറവുകളിലേക്ക് നോക്കാനുള്ള ത്വര. അതിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണം. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള പരിശ്രമം തന്നെയാണ് ആത്മീയത. അതാണ് വിടുതല്. ആ ബന്ധനം, ഈ ബന്ധനം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ആത്മീയതയെ വ്യത്യസ്തമാക്കരുത്. നമ്മളിൽ രൂഢമൂലമായി കിടക്കുന്ന ചില ബന്ധനാവസ്ഥകളുണ്ട്. അവരൻ്റെ നന്മ കാണാൻ കഴിയാത്ത ബന്ധനാവസ്ഥ. ഞാൻ എത്ര പ്രാവശ്യം മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നുണ്ട്. നന്മ കാണുമ്പോൾ നന്നായിരിക്കുന്നു എന്ന് എത്ര പ്രാവശ്യം ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഉടനീളം പറയണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം. 7 പ്രാവശ്യം അവിടുന്ന് പറഞ്ഞു, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം സൃഷ്ടാവായ ദൈവം പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു. മാനുഷിക ബന്ധങ്ങളിൽ നമ്മൾ മറന്നു പോകാതെ സൂക്ഷിക്കേണ്ട ഒരു പദമാണ് മക്കളെ, നന്നായിരിക്കുന്നു. ഇന്ന് ഈ ദിനത്തെ നമ്മൾ സ്വീകരിക്കാൻ പോവുക. നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, നമ്മുടെ സാഹോദര്യത്തിൽ, നമ്മുടെ സൗഹൃദത്തിൽ നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം, നന്നായിരിക്കുന്നു. അവരൻ്റെ നന്മയെ കാംക്ഷിക്കാം. അവരൻ്റെ നന്മയെ കണ്ടുകൊണ്ട് നന്നായിരിക്കുന്നു എന്ന് പറയാൻ ക്രിയാത്മകവും സർഗാത്മകവുമായ പദത്തിൻ്റെ ഉടമസ്ഥരാകാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ. ജീവിത പങ്കാളി വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ നോക്കി നല്ലതെന്ന് പറയാൻ, ജീവിത പങ്കാളി ഉടുത്തിറങ്ങുന്ന വസ്ത്രത്തെ നോക്കി നല്ലതെന്ന് പറയാൻ, മക്കളെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് എൻ്റെ കുഞ്ഞ് നല്ലതാണെന്ന് പറയാൻ, അങ്ങനെ ആത്മാർത്ഥതയിൽ നിന്ന് പിതൃത്വവും മാതൃത്വവും വിളമ്പിക്കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ബേൽസെബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എന്ന ഭാഷ നമ്മളിൽ ഉണ്ടാകാതിരിക്കട്ടെ. അവരൻ്റെ നന്മയെ നന്മയായി കാണാൻ, വൈരൂപ്യത്തിൽ മറഞ്ഞിരിക്കുന്ന സൗന്ദര്യത്തെ കാണാനുള്ള ആത്മീയമായിട്ടുള്ള കലാബോധം അത് നമുക്കുണ്ടാവട്ടെ. മറഞ്ഞിരിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമില്ലാത്തതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറഞ്ഞിരിക്കുന്നതിലും വെളിച്ചമുണ്ട്. അത് കണ്ടെത്താനുള്ള ആത്മീയമായിട്ടുള്ള ചാരുത നമുക്കുണ്ടാകണം. ആത്മീയമായിട്ടുള്ള മികവും മിഴികളും ഉണ്ടാവണം. അതാണ്
ഇന്നത്തെ ദിവസം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഈ ദിവസത്തേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഓഫീസ് മുറികളിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ പ്രണയത്തിൽ നമുക്ക് പറയാം, നന്നായിരിക്കുന്നു. ഈ വചനത്താൽ നമ്മളുടെ ദിനം പൂർണ്ണമാക്കപ്പെടട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയുക.